ഹലോ, എല്ലാവർക്കും അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് മാതളം മിൽക്ക് ഷേക്കാണ്. അപ്പം അതിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 2 മീഡിയം സൈസ് മാതളം തൊലി കളഞ്ഞ് എടുത്തിട്ടുണ്ട്. 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് പഞ്ചസാര, ആവശ്യത്തിന് ഐസ് ക്യൂബ്സ്. അപ്പോൾ ഈ 4 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ മാതളം മിൽക്ക് ഷേക്ക് റെഡിയാക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്ക ആഡ് ചെയ്യാം, ഞാനിവിടെ ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ ഈ എടുത്തു വെച്ചിരിക്കുന്ന 4 ഇൻഗ്രീഡിയൻസ് കൂടി മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്നതെന്ന് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കാം. ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മാതളം, പഞ്ചസാര ഇവ രണ്ടും കൂടി നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുത്ത് അതിൻ്റെ നീരെടുക്കുന്നു. അപ്പോൾ അത് നമുക്ക് ചെയ്യാം. അപ്പോൾ മാതളം ജാറിലേക്ക് ഇട്ട് കഴിഞ്ഞു. ഇനി പഞ്ചസാര ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ജാറിലേക്ക് നമ്മുടെ മാതളവും പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. ഇത് നമ്മൾ ഒരു ക്രീമി കൺസിസ്റ്റൻസി വരുന്നത് വരെ അരച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ മാതളം ചിലപ്പോൾ ചെറുതാണ്, അതിൻ്റെ അകത്ത് ഉള്ള ജ്യൂസി കണ്ടൻറ്റ് കുറവാണ് എങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മാതളം ഇവിടെ ഒരുപാട് ജ്യൂസി ആയിട്ടുള്ള മാതളം ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ വെള്ളം പ്രത്യേകം ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. നിങ്ങളുടെ മാതളത്തിൻ്റെ അകത്തുള്ള ആ ജ്യൂസി കണ്ടൻറ്റ് എത്രമാത്രം ഉണ്ട് എന്നനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ഇതിനോടൊപ്പം വെള്ളം ആഡ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് അരച്ച് നോക്കുക. ക്രീമി കൺസിസ്റ്റൻസി വന്നിട്ടില്ലെങ്കിൽ ഒരു 2 മുതൽ 4 സ്പൂൺ വരെ വെള്ളം ആഡ് ചെയ്താൽ കൊടുത്താൽ മതി. ഒരു ക്രീമി കൺസിസ്റ്റൻസി വരണം. നമുക്ക് ഇതിൻ്റെ ജ്യൂസ് എടുത്ത് മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് മിക്സിയിലിട്ട് നന്നായി സ്മാഷ് ചെയ്ത് ക്രീമി കൺസിസ്റ്റൻസി ഫോമിലാക്കി എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ലൂസായിട്ടുള്ള ഒരു ക്രീമി കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുള്ളത്. ഇതിനെ നമ്മൾ നന്നായിട്ട് സ്ട്രെയിൻ ചെയ്ത് എടുക്കുന്നു, അരിച്ചെടുക്കുന്നു. അരിപ്പയിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ലൂസായിട്ടുള്ള ക്രീമി കൺസിസ്റ്റൻസിയാണ്, എക്സാക്റ്റ് ക്രീം അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ജസ്റ്റ് ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും നമുക്ക് ഇതിൽ ലിക്വിഡ് മാത്രം താഴേക്ക് പോകും, ബാക്കി നമുക്ക് ആവശ്യമില്ല. നമുക്ക് ഈ ലിക്വിഡ് മാത്രമാണ് വേണ്ടത്. അപ്പോൾ ലിക്വിഡ് മാത്രം സെപ്പറേറ്റ് ചെയ്ത് എടുക്കാം. നമുക്കിങ്ങനെ സ്പൂൺ വെച്ച് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, അരിപ്പയിലേക്ക് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിലിപ്പോൾ ഞാൻ വെള്ളം വീത്തിയിട്ടില്ല. ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഞാൻ എടുത്ത മാതളം ഫ്രഷ് മാതളമായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൽ ഒരുപാട് ജ്യൂസ് കണ്ടൻറ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് വെള്ളം വീത്തേണ്ട ആവശ്യമില്ലായിരുന്നു. ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടായിരുന്നല്ലോ, ഞാൻ മിക്സിയിൽ നിന്ന് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തപ്പോഴേക്കും തന്നെ ആ ഒരു ജ്യൂസിൻ്റെ കൺസിസ്റ്റൻസി കണ്ടിട്ടുണ്ടാവും. നമ്മൾ വെള്ളം കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് ലിക്വിഡായി പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യം തന്നെ ഇല്ല. അപ്പോൾ നമ്മൾ അരിച്ചെടുത്തിട്ടുള്ള മാതളത്തിൻ്റെ ജ്യൂസാണ് നിങ്ങൾ കാണുന്നത്. ഇതിലേക്ക് നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന 1 കപ്പ് പാല് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തേക്കുന്ന തണുത്ത പാലാണ്. ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നു. കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഏലക്ക ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഏലക്ക ആഡ് ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ ഐസ് ക്യൂബ്സും കൂടെ ആഡ് ചെയ്യാം. ഐസ് ക്യൂബ്സ് ഇട്ടതിന് ശേഷം ഇത് നമ്മൾ ഒരു സ്പൂൺ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ ഇതിന് ഇനി വേറെ ഒന്നും തന്നെ ചെയ്യേണ്ടതായിട്ടില്ല. നമ്മുടെ പൊമഗ്രാനേറ്റ് ഷേക്ക് ഇവിടെ റെഡിയാണ്. നമുക്കിത് സെർവിങ് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് പൊമഗ്രാനേറ്റിൻ്റെ അല്ലി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ കുറച്ച് പൊമഗ്രാനേറ്റിൻ്റെ അല്ലി ആഡ് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ
നമ്മുടെ പൊമഗ്രാനൈറ്റ് മിൽക്ക് ഷേക്ക് റെഡിയാണ്, അല്ലെങ്കിൽ മാതളങ്ങ മിൽക്ക് ഷേക്ക് റെഡിയാണ്. വളരെ ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പുതിയൊരു റെസിപ്പിയായി പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണുന്നവരെ ബൈ.